പുതിയൊരു കുത്തിത്തിരിപ്പാണ് തമിഴ്നാട്. നമ്മുടെ വിജയിയുടെ ബോഡി ഗാർഡ് നൈമൂസെ എന്തിനാണ് കൂടെ നിർത്തുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ആഭ്യന്തരം നിങ്ങളുടെ കയ്യിലാണല്ലോ ഉള്ളത്. തമിഴ്നാട് പോലീസുകാരെ അത്ര വിശ്വാസം ഇല്ലേ? അവർ ആഭ്യന്തര കാര്യങ്ങളൊക്കെ പുറത്തു പോവും അങ്ങനെ ഒരാളെ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ADMK പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പിരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവര് തമ്മിൽ അടിച്ച് പിരിഞ്ഞ് 10-24 പേര് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് ഇതുകൂടെ എടുത്തിട്ട് കാര്യം എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ അവര് തമ്മി അടിക്കുന്നത്. പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലും കാര്യത്തിലോട്ട് ഇറങ്ങി സജീവമായിട്ട് എല്ലായിടത്തും ഇത്രയും 234 മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ച് പിന്നെ പോയിക്കൊണ്ടിരുന്ന ടൈമിനൊക്കെ എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേഴ്സണലി ഇഷ്ടമാണ് ഒരാളെ ബോഡി ഗാർഡായിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് കണ്ടനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണോ? കാരണം അത് അവർക്ക് പേഴ്സണലി കംഫർട്ടായിട്ട് നിൽക്കുന്ന ആളെ അവർ ജോലിക്ക് വെക്കുന്നതിന് എന്താണ് പ്രശ്നം? അതായത് പേഴ്സണലായി ഇപ്പൊ ഒരിക്കലും ഈ ഗവൺമെന്റിന്റെ പൈസ എടുത്ത് വെച്ചിട്ടല്ലല്ലോ പിന്നെ ഇവർക്ക് സാലറി കൊടുക്കുന്നത്. അന്നുമല്ല നിങ്ങനെ പേഴ്സണലായിട്ട് കൊടുക്കുന്നത്. അത് ഇതൊരു വിഷയമാക്കി എടുത്ത് ഇപ്പം അടുത്ത ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ. മലയാളി നൈമൂസ എന്ന വ്യക്തി മലയാളി ആയതുകൊണ്ടും ഇപ്പൊ മലയാളിയുടെ മുന്നിൽ ഇപ്പൊ വിജയുടെ ബോഡി ഗാർഡ്, ഇപ്പൊ ബോഡി ഗാർഡിന്റെ വിഷയങ്ങൾ പറയാമെങ്കിൽ രാംചരന്റെ ഒക്കെ ആണ്ട് സൽമാൻ ഖാനെക്കാട്ടി വലിയ സംഭവമാണ് ഇപ്പൊ രാംചരൻ എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളും നമ്മളെല്ലാം കാണുന്നതാണ്. ബോഡി ഗാർഡിനെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഭയങ്കര പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യം. അതിനിടയ്ക്കാണ് ഇപ്പൊ ഇന്നൊരു ഈ വിഷയം വന്നേക്കുന്നത്. നമ്മൾ ആരെ ജോലിക്ക് വെക്കണോ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളിവിടെ കംഫർട്ടായ ഒരാളെ ജോലിക്ക് വെക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇതിന് വരെ പ്രതിപക്ഷം DMK ആണെങ്കിൽ വേണ്ടിയില്ല, പ്രതിപക്ഷത്ത് പോലും ഇല്ലാത്ത ആകപ്പാടെ 10, 20, 25, 30 പേരെങ്ങാണ്ട് മൊത്തത്തിലുള്ളവർക്ക് അതിനകത്ത് പകുതി ഇപ്പൊ തന്നെ അടിച്ചു പിരിഞ്ഞ് രണ്ടായി വിജയ TVK വരാൻ പോവാണ്. അപ്പൊ ഒരു ഉളുപ്പില്ലാത്ത ടീമായി വന്നേക്കുവാണ്. അപ്പൊ ഇത് നമ്മുടെ മലയാളം ചാനലൊക്കെ ഇപ്പൊ തന്നെ കൊണ്ടുപോടുവാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ വട്ടിട്ടുണ്ട്, ഈ നൈമൂസേനെ ഇങ്ങനെ വട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ നിൽക്കുന്നതിന് പുള്ളിക്കാരന്റെ സൗകര്യമാണ്. അതിന് എന്തിനാണ് വിജയുടെ സൗകര്യമാണ് ഓരോരുത്തരെ വെക്കുന്നത്. ഞാൻ ഇത് സിനിമ ബേസ്ഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ടപ്പോ സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ നിന്ന് ദളപതി എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ സിനിമ ബേസ്ഡ് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇത് സിനിമയുടെ റിലേറ്റഡ് ആണ്. കാര്യം തമിഴ്നാട്ടിൽ ഭരിക്കുന്ന സൂപ്പർ സ്റ്റാർ വിജയ് ഇപ്പം CM ആയി, പ്രതിപക്ഷത്തിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ. അപ്പൊ നമ്മൾ ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളായതിന്റെ പേരിൽ പ്രതിപക്ഷമുണ്ട്, നമുക്ക് പിന്നെ ഭരണപക്ഷമുണ്ട്. രണ്ടും അടിപൊളിയാണ്. എങ്കിലും നമ്മൾ വിജയുടെ പക്ഷത്താണ്. കാരണം വിജയ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ആരാധകനാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് കാര്യമത്. പക്ഷെ നമ്മുടെ മലയാളി നൈമൂസ ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ Z കാറ്റഗറി സെക്യൂരിറ്റി ഒന്നും കിട്ടത്തില്ലല്ലോ ഈ പുള്ളിക്കാരന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി. അതുകൊണ്ട് കൂടെ നിർത്തുന്നതിന് ഗവൺമെന്റ് ഒരു രൂപ പോലും പോകുന്നില്ല. രാംചരൻ ഇത്രയും വലിയൊരു ഫൈറ്റർ പിന്നെ ബോഡി ഗാർഡ് വെക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ കാണിയുടെ ഇടയിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ കൈയുടെ കംപ്ലൈന്റ് വന്നത് കാണിയുടെ ഇടയിൽ നമ്മുടെ ഉന്തത്തുള്ളതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാനും അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അവരവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരൊരു വെക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് ഇത്രയും വലിയൊരു സംഭവമായിട്ട് തൂക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ശരി, അടുത്ത വാർത്തയിൽ കാണാം.